ഇനി അദ്ദേഹത്തെ ഇനി ചെറിയൊരു ഇതിന്റെ പേരിൽ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആള് മാപ്പ് പറയുന്നുണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ മാപ്പ് കൊടുക്കണമെന്നാണ് ഈ നടിയോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. പ്രോത്സാഹിപ്പിക്കല്ല, ശിക്ഷ കൊടുത്തല്ലോ ഓൾറെഡി. ഇതൊരു വൈകല്യമാണ്, നിങ്ങളെ തെറ്റിദ്ധരിച്ചു കുറച്ച് കൂടുതലാണ്, അതൊരു വൈകല്യമാണ്. അല്ല, അങ്ങനെ ലൈംഗികത കൂടുതലാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് പുള്ളിയുടെ വർത്തമാനങ്ങളിലാണല്ലോ ആ ഒരു ഇത് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അതിനുള്ള പണിഷ്മെന്റ് എല്ലാം കൊടുക്കണ്ട, അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കണ്ട. അല്ലാതെ അത് വീക്ക്നെസ്സാണ്, അവർ കുറ്റം പറഞ്ഞ കാര്യമില്ല. ചിലർക്ക് ഇത് കുറവായിരിക്കും, ചിലർക്ക് ആവശ്യത്തിനായിരിക്കും, ചിലർക്ക് കൂടുതലായിരിക്കും. കൂടുതൽ ആൾക്കാരാണ് ആവശ്യത്തിന് കൂടുന്ന ഇടയിലാണ്. ബീച്ചിൽ അവിടെ ചെയ്യുന്നതല്ലേ, ഞാൻ അങ്ങനത്തെ ആളൊന്നുമില്ല. ആവശ്യത്തിനും ഞാൻ സംഘടന ഇടയിലാണ്, ആവശ്യത്തിനേ ഉള്ളൂ. ഇത് വീക്ക്നെസ്സാണ്, ഒരു അതിനിങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ വല്ലാതെ ആണുങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ് ഇവിടെ കേരളത്തിൽ. ഭയങ്കര അത് മാത്രം. ഇപ്പൊ പുതിയ ജനറേഷനില്ല, പുതിയ ജനറേഷൻ ബോയ് ഫ്രണ്ട് ഗേൾഫ്രണ്ട്. പഴയ ജനറേഷൻ ഫേസ്ബുക്കിൽ അമ്മമാരുടെ അതാണ്. ഇവിടെ ഇപ്പൊ എന്തെങ്കിലും വിട്ടു വേണമെങ്കിൽ ഒന്നെങ്കിൽ അഡൽട്ട് വേണം, അല്ലെങ്കിൽ കോമാളിത്രം, ടെററാണെങ്കിൽ വേണം, അല്ലെങ്കിൽ നെഗറ്റീവ്. ഇതൊക്കെയാണ് ആൾക്കാർക്ക് വേണ്ടത്. മീഡിയയെ കുറ്റം പറയില്ല, കാരണം ആൾക്കാർക്ക് വേണ്ടത് നെഗറ്റീവാണ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ മീഡിയയെ കുറ്റം പറയാൻ പറ്റും. ആൾക്കാർക്ക് നല്ലതാണെങ്കിൽ മീഡിയ നല്ലത് കാണിച്ചാൽ. അപ്പോൾ ആൾക്കാർക്ക് വേണ്ടത് ഇതാണ്. അണ്ണനെ തെറ്റിദ്ധരിച്ചു, അണ്ണനാണ് തെറി പറഞ്ഞതെന്ന് പറഞ്ഞു. അണ്ണനെയാണെന്ന് വേറെ വ്യക്തിയാണ് തെറി വിളിച്ച പേരല്ല, അണ്ണനെയാന്ന് പറഞ്ഞപ്പോ ഭയങ്കരമായിട്ട്. ഇവിടെ ആൾക്കാർക്ക് കഴപ്പ് അല്ലെങ്കിൽ എന്താണ് ഞരമ്പ് രോഗം ഇങ്ങനെ പെൺപിടി ഇങ്ങനെ പറയും. അത് അവരുടെ വൈകല്യമാണ്, ആ രീതിയിൽ എടുക്കണം. ഇപ്പോൾ ഹോമോസെക്ഷൽ ആൾക്കാരോ ഷുഗർക്കാരെതിരായുള്ള ആൾക്കാർക്ക് ഹോർമോൺ പ്രോബ്ലമാണ്. അത് സയന്റിഫിക് ശാസ്ത്രീയമായ രീതിയിൽ കാണണം. ഒരു വൈകല്യമാണ് അവരുടെ, വീക്ക്നെസ്സാണ്. അതിൻ്റെ പണിഷ്മെൻ്റ് എല്ലാം കൊടുക്കണ്ട, ട്രീറ്റ്മെൻറ്റ് കൊടുക്കണ്ട. നമ്മൾ ഈ ഹോമോസെക്ഷൽ ആൾക്കാർ അങ്ങനെ ഡീൽ ചെയ്യുന്നത് ഹോർമോൺ പ്രോബ്ലം അല്ല, ഇത് ഹോർമോൺ പ്രോബ്ലമാണ്. ഇവിടെ കഴുപ്പ് കൂടുതലാണ്, അല്ലെങ്കിൽ ഞരമ്പ് രോഗിയാണ്, ഇങ്ങനെ പറഞ്ഞാൽ ആക്ഷേപിക്കുകയാണ്. അത് ശരിയല്ല. ഡോക്ടറാണല്ലേ? ഡോക്ടറല്ലേ, ശാസ്ത്രീയമായ രീതിയിൽ അതല്ല, ശാസ്ത്രീയമായ ശാസ്ത്രീയമായ രീതിയിൽ റിലീജിയനാണ്, മതങ്ങളാണ് ഇങ്ങനെ ആക്കി മാറ്റുന്നത്. ബോച്ച് ജാമ്യം കിട്ടി എല്ലാ നല്ല പാവങ്ങളൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇനി തിരിച്ചു വരട്ടെ. ബോച്ചൊരു വാക്ക് എന്താ പറഞ്ഞുള്ളൂ. ഇവിടെ ഹേമ കമ്മിറ്റിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? അനുവദിച്ച സാബു മോനെ ഇപ്പൊ എന്റെ കേസ് എന്നെ കുറിച്ച് പറഞ്ഞു. സാബു മോൻ എന്തുകൊണ്ട് സാബു മോൻ ഹേമ കമ്മിറ്റി വെച്ച് പറയാനില്ല? അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഹേമ കമ്മിറ്റി വന്നവർ പോയി അതിനെ പോട്ടെ പടം കാണട്ടെ. നീ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. താങ്ക് യു. മലയാളി